പരിശുദ്ധമാക്കപ്പെട്ട ബലിപെരുന്നാൾ നമ്മളിലേക്ക് സംജാതമാകാൻ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് പണവും സ്വത്തും ഒക്കെ ഉണ്ടായിട്ട് പോലും ഒരു മൃഗത്തെ ബലിയെറുക്കുവാനുള്ള മാനസികമായ അവസ്ഥയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ അവസ്ഥ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഉളഹിയത്ത് മൃഗത്തെ അറുത്തു കൊടുക്കുവാനുള്ള സാമ്പത്തികമായ എല്ലാ വഴികളുമുണ്ട്. എന്നിട്ടും ഫലം യുളഹി, അവൻ ഉളഹിയത്ത് മൃഗത്തെ അറുത്തു കൊടുക്കാനുള്ള മനസാന്നിധ്യം കാണിച്ചിട്ടില്ല എങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട പെരുന്നാൾ ദിവസത്തിന്റെ അന്ന് നിസ്കരിക്കുവാൻ വേണ്ടി നിങ്ങൾ പള്ളിയിലേക്ക് വരണ്ട എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ പല ആൾക്കാർക്കും ഉളഹിയത്ത് അറുത്തു കൊടുക്കാനുള്ള പണവും സ്വത്തും സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷെ അതിനുള്ള മനസ്സ് വന്നിട്ടില്ല. അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് നമ്മൾ അറിയാഞ്ഞിട്ടാണ്. ഒരു മനുഷ്യനെ ഉളഹിയത്ത് അറുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ എന്തുമാത്രം ഭാരമാണ് അവന്റെ നന്മയുടെ ത്രാസിൽ തൂങ്ങുക. ഹബീബായ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഉളഹിയത്ത് മൃഗത്തിന്റെ ശരീരത്തിലുള്ള രോമകൂമങ്ങൾക്ക് പകരമായിട്ടാണ് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുക അത്രേ. അവൻ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ വളരെയധികം വേദനിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അഭിമാനത്തോടുകൂടി അവനെ കൊണ്ടുപോകേണ്ട വാഹനമാണ് ഉളഹിയത്ത് മൃഗം. അത്രമാത്രം പ്രതിഫലമുള്ള ഒരു കാര്യമാണ് ഉളഹിയത്ത് അറുത്തു കൊടുക്കൽ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, കഴിയുന്നവർക്ക് അതിൽ പങ്കാളികളാകാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.